ദീപിക എന്നും ധീരമായ പത്രപ്രവർത്തനം മാത്രം നിർവഹിക്കുന്ന മുഖ്യധാര പത്രമാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പത്രമാണ്. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള സെക്കുലർ ദിനപത്രമാണ് ദീപിക എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. 139ാമത്തെ വർഷത്തിലേക്ക് എത്തുന്ന ദീപിക ഇതാദ്യമായിട്ടല്ല ഒരു സാമൂഹിക വിഷയത്തിൽ ഇടപെടുന്നത്. 1887 ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചു കഴിഞ്ഞ് 91 മുതൽ നിവർത്തന പ്രക്ഷോഭവും മലയാളി മെമ്മോറിയലും ഒക്കെ ഉൾപ്പെടെയുള്ള കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവ രംഗത്ത് അക്ഷരം ചലിപ്പിച്ച് ഈ ജനതയുടെ ബോധം ഉണർത്തിയെടുത്ത ഒരു ശബ്ദമാണ് ദീപിക. ശബ്ദമില്ലാത്തവന്റെ ശബ്ദം എന്നാണ് ദീപികയെ പറ്റി പറയുക. ഇവിടെ ഈ മുനമ്പം വിഷയത്തിലേക്ക് വരാം. മുനമ്പം വിഷയം ദീപിക എടുക്കാൻ കാരണം ഇത് കത്തോലിക്ക സഭാംഗങ്ങളായ വിശ്വാസികളായ മക്കളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായതുകൊണ്ട് മാത്രമല്ല, ഇത് അവകാശ നിഷേധം കൊണ്ട്, നീതി നിഷേധം കൊണ്ട് ജീവിക്കാനുള്ള ജീവിതയാത്രയ്ക്ക് തടസ്സം വന്ന സാമാന്യ ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന്റെ പേരിലാണ് ദീപിക ഈ വിഷയം ഏറ്റെടുത്തത്. അതുമാത്രമല്ല, വഖഫ് എന്ന് പറയുന്ന ഈ ഒരു വഖഫ് ബോർഡിന് ഈ കോൺഗ്രസ് ഗവൺമെന്റ് 1995 പതിച്ചു കൊടുത്ത 40ാം അനുച്ഛേദം അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ദീപികയ്ക്കോ ദീപികയുടെ മാനേജ്മെന്റിനോ കേരളത്തിന്റെ സാമാന്യ ജനനീതി ആഗ്രഹിക്കുന്ന ഒരു പൊതുമനസ്സിനോ സംശയമില്ല. പക്ഷെ ഇവിടെ സംശയമുള്ള 140 പേരുണ്ട്. അത് ഈ MLA-മാരാണ്. 140 MLA-മാരാണ്, ഇടതിന്റെയും വലതിന്റെയും 140 MLA-മാര്. ഈ ഏത് ഭൂമിയും ഒരു മുസ്ലിമിന് വഖഫാണ് എന്ന് തോന്നിയാൽ അവകാശപ്പെടാം എന്ന് പറയുന്ന 40ാം അനുച്ഛേദം തിരുത്തണം എന്ന് പറയുന്ന മോദി ഗവൺമെന്റിന്റെ വഖഫ് തിരുത്തലിനെതിരെ കൈപൊക്കിയെങ്കിൽ അവരിവിടെ കൈപൊക്കിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി ആർക്കും ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനെതിരെയാണ് ദീപിക ആദ്യം സംസാരിച്ചത്. അതുകൊണ്ട് ഇരകൾക്കുമുണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി. പൊള്ളിപ്പോയി കേരളത്തിന്റെ പൊതുമനസ്സ്. അതുപോലെ തന്നെ മുനമ്പത്ത് വഖഫ് കൃഷിക്ക് മുനമ്പത്ത് കൂലി എന്ന് പറഞ്ഞുകൊണ്ട് ദീപിക എഴുതി. അതൊക്കെ കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ കീറിമുറിച്ച എഡിറ്റോറിയലുകളായിരുന്നു. അതുമാത്രമല്ല, ദീപികയുടെ ലീഡർ പേജിൽ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, അത് കേരളത്തിൽ അടിച്ചമർത്തപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദീപിക ഇനിയും ഇതുപോലെ തന്നെ തുറന്നെഴുതിക്കൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ട് എന്ന് പറഞ്ഞിരുന്ന പത്രം ഈ വിഷയം, വഖഫ് വിഷയം ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ വഖഫ് എന്നുള്ള പേര് പോലും വെക്കാതെയാണ് എഡിറ്റോറിയൽ എഴുതിയെന്നുള്ളതാണ്. ഇത്രമാത്രം ആരെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്? ദീപികയ്ക്ക് അങ്ങനെ ആരെയും ഭയമില്ല. ദീപികയ്ക്ക് പരസ്യക്കാരെ ഭയമില്ല. ദീപികയ്ക്ക് വരിക്കാരെ ഭയമില്ല. ദീപികയ്ക്ക് നേരിനെ മാത്രമേ ദീപിക ശ്രദ്ധിക്കുന്നുള്ളൂ. അത് കത്തോലിക്ക സഭയുടെ മൂല്യധാരയിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിന്റെ നേരിന്റെ വഴിയെ നടക്കുന്നതുകൊണ്ട്, ആ വഴിയിലേക്ക് എല്ലാ ജനങ്ങളെയും നയിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ദീപിക സത്യത്തിന്റെ വാദം തെരഞ്ഞെടുക്കുന്നു, സത്യത്തിന് വേണ്ടി പോരാടുന്നു. അസത്യത്തിന്റെ അധിനിവേശങ്ങൾക്കെതിരെ ഇനിയും അക്ഷരം ചലിപ്പിച്ചുകൊണ്ട് ദീപിക കേരളത്തിലുണ്ടാവും.